ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തേയില നുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേരി വേദയോട് പറയാണ്, വേദേ നീ അവിടെ നിന്ന് താമസം മാറണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്താ മേരി ചേച്ചി? അതല്ല, ആ സ്ഥലത്ത് അധികം ആരും ഇല്ലല്ലോ. അതൊരു രസമല്ലേ മേരി ചേച്ചി? രസമൊക്കെ തന്നെയാണ്. പണ്ട് വാഗത്താന സാറിൻ്റെ ഒരു നോവൽ വായിച്ചിട്ടുണ്ട്. അതിൽ ജോസ് ഷാരിയോട് പറയുന്നുണ്ട്, അങ്ങ് ദൂരെ മലമുകളിൽ ആരും അടുത്തില്ലാത്ത ഒരു വീട്ടിൽ ചുറ്റും ലില്ലിപ്പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൊച്ചു വീട്ടിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നോവലുണ്ടെന്ന് പറയും കേട്ടോ. അന്നേരം വേദ ചോദിക്കുന്നത്, എന്നിട്ട് ലില്ലിപ്പൂക്കൾ ഉള്ള ആ വീട്ടിലേക്ക് കൊണ്ടുപോയോ? അപ്പോൾ മേരി പറയണം, അതാണ് സങ്കടം. അവിടെ ചെന്നെത്തിയ ശാരിയെ കാത്തിരുന്നത് ശവപ്പെട്ടിയാ, ജോസിൻ്റെ ശവപ്പെട്ടി എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വേദയ്ക്ക് സങ്കടം വരികയാണ് കേട്ടോ. പെട്ടെന്ന് വിക്രമിനെ ഓർമ്മ വരികയാണ് വേദയ്ക്ക്. എന്നിട്ട് മേരി പറയാണ്, ഈ നോവൽ എഴുതുന്ന ആൾക്കാരെങ്ങനെ, ചിലപ്പോൾ നോവൽ എഴുതുന്ന ആൾക്കാരുടെ മനസ്സിൽ ദൈവം വിളയാടും, ചില സമയത്ത് പിശാചും. അവർ ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ മാറി മാറി എഴുതും. പിന്നെ സന്തോഷങ്ങളൊക്കെ നമ്മൾ അപ്പം മറക്കും, പക്ഷേ തന്ന ദുഃഖം ഉണ്ടല്ലോ ഒരിക്കലും മറക്കൂല എന്ന് പറയുകയാണെ. അന്നേരം വേദ പറയും, മേരി ചേച്ചിക്ക് നല്ല കഴിവുണ്ട്, നല്ലൊരു നോവൽ എഴുതാലോ എന്ന് പറയാൻ കേട്ടോ. ഓ, എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ നോവലൊക്കെ വായിക്കാനേ കഴിവുള്ളൂ, എനിക്ക് ഈ നോവൽ എഴുതാനുള്ള കഴിവില്ല എന്ന് പറയുകയാണെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ എന്ന് പറയാൻ കേട്ടോ. താമസ സ്ഥലം മാറ്റാനുള്ള കാര്യം മാനേജർ വരുമ്പോൾ മാനേജറോട് പറയാം. എന്തായാലും ഇന്ന് വരികയല്ലേ ഉള്ളൂ മേരി ചേച്ചി, ശരി എന്ന് പറയാൻ കേട്ടോ. പറഞ്ഞു വെക്കാം എന്നൊക്കെ പറയുകയാണെ. അങ്ങനെ പുതിയ മാനേജർ വരികയാണ് കേട്ടോ. അന്ന് വിക്രം കല്യാണം മുടക്കിയ ഉള്ള ആ ഒരു ഒരു പയ്യനാണ് മാനേജറായിട്ട് വരുന്നത്. കാലിന് ഫ്രാക്ചർ ഉണ്ട്, ഞൊണ്ടിയാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ആളവിടെ വന്ന് നിന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്, ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പോൾ ഞാൻ പുതിയ മാനേജറാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. അതെ, ഞാനിന്ന് ചാർജ് എടുത്തതേ ഉള്ളൂ. ഒരു കാര്യം ഇന്ന് ഉച്ചക്കലത്തെ പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കൊന്ന് വാന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയെ. അപ്പോൾ ഇതേ മേരി പറയുന്നുണ്ട്, വേദേ എന്തായാലും വീടിൻ്റെ കാര്യം പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ, ശരി ഞാൻ നോക്കാം, ഇന്ന് വന്നല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രമിന് കട്ടൻ ചായ ഒക്കെ കൊണ്ടു കൊടുക്കാൻ കേട്ടോ അച്ഛൻ എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്ന്, ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. അത് സാരില്ല, അനിയൻകുട്ടിനെ നോക്കാനായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, അപ്പോൾ അയാൾക്ക് ഒരു ചായ ഉണ്ടാക്കിയപ്പോൾ വിക്രത്തിനെ ഉണ്ടാക്കിയെന്നുള്ളൂ എന്ന് പറയേ. അപ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് വിഷമം പോലെ തോന്നുമ്പോൾ അച്ഛൻ പറയാനിട്ട്, എന്താ തൻ്റെ മുഖത്ത് വിഷമം പോലെ ഉണ്ടല്ലോ, ഞാൻ രാവിലെ തുടങ്ങി ശ്രദ്ധിക്കണമല്ലോ. അല്ല എന്നാലും ആ എസ്റ്റേറ്റിലെ മാനേജർ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള അയാൾ അറിഞ്ഞ നിലയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എവിടേക്ക് പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താൻ എവിടേക്കും പോകുമൊന്നും വേണ്ട, അങ്ങനെ ഓടി ഒളിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇവിടേക്ക് പോകുമ്പോൾ നാട്ടുകാരൊക്കെ കൂട്ടത്തിലുണ്ടല്ലോ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണേ. അങ്ങനെ വിക്രമനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണേ. എന്നിട്ട് ഞാൻ അനിയൻകുട്ടിൻ്റെ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൂട്ടുകാരനാണെന്ന് പറയട്ടോ. ആ കൂട്ടുകാരനാണോ, ഞാൻ വിചാരിച്ചു ബ്രദർ അങ്ങനായിരിക്കുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ സൗഹൃദത്തേക്കാൾ വലിയ എന്തുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, അതും ശരിയാണ്. അപ്പോൾ അനിയൻകുട്ടൻ്റെ കാര്യത്തിൽ എന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ ഡോക്ടർ പറയാണ്, ആൾക്ക് സംസാരിക്കണമെന്നുണ്ട്, ആൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പേടി തട്ടിയിരിക്കുന്നത് മനസ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കും, പക്ഷേ സമയമെടുത്തേക്കും, നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ കുറച്ച് മരുന്നിൻ്റെ കുറിപ്പുകളൊക്കെ അച്ഛൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. ഞരമ്പ് വലിഞ്ഞു മുറുകുന്നത് പോലെയാണ് ഈ മനസ്സ് വലിഞ്ഞു മുറുകിയിരിക്കുന്നത്. അപ്പം അത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് തൊഴിലാളികളൊക്കെ കൂടിയിട്ട് വന്നിട്ട് സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും സന്തോഷം വരികയാണ് കേട്ടോ. അപ്പോൾ സന്തോഷം വന്നിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറയാൻ കേട്ടോ. അപ്പോൾ ജ്യൂസും കൊണ്ട് 1-2 ചേച്ചിമാർ വന്നിട്ട് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണേ. അങ്ങനെ അയാൾ ഇങ്ങനെ പറയാണ്, പേര് പറയാൻ കേട്ടോ, എൻ്റെ പേര് സന്തോഷ് എന്നാണ്, ഞാൻ ഈ ഇതുപോലുള്ളൊരു സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇത് കമ്പനിയുടെ ഒരു ബംഗ്ലാവ് തന്നെയാണ്, എനിക്കിവിടെ താമസിക്കാമെന്നുള്ളൂ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത പണം അത് ഒരു 4 തവണയായിട്ട് കമ്പനി തിരിച്ച് തരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അതൊരു 1-2 മാസങ്ങളിൽ ഉള്ളിൽ തരും. ആരാണ് സമരത്തിന് ചുക്കാൻ പിടിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം മേരി പറഞ്ഞു, ഞാനാണ് സാറേ എന്ന് പറയും കേട്ടോ. അപ്പം ആണോ എന്ന് പറയും, ഞാനാണ് പറഞ്ഞതെങ്കിലും കൂടിയിട്ട് പിന്നെ ഈ നിൽക്കുന്ന കുട്ടിയാണ് അതിന് ലീഡ് ചെയ്തതെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ കേട്ടോ വേദന കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ വേദന കാണുമ്പോൾ തന്നെ മനസ്സിലെവിടെയോ എന്തോ ഒരു ഉടക്ക് പോലെ ആൾ തോന്നിട്ട് ആൾ പറയുന്നുണ്ട്,
എനിക്ക് വേദന എവിടെയോ കണ്ടുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കട്ടെ. എന്താ പേരും ചോദിക്കുമ്പോൾ വേദ എന്ന് പറയുന്നുണ്ട്. അല്ല, എവിടെയോ കണ്ടിട്ടുള്ള മുഖം പോലെ തോന്നുന്നുണ്ടെന്ന് പറയാം. അപ്പം മേരി പറയും, അങ്ങനെയാണ് സാറേ, ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മുൻകൂർ പരിചയമുള്ളത് പോലെ തോന്നും എന്നൊക്കെ പറയും. അങ്ങനെ മാനേജർ വീണ്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ജോലിയുടെ കാര്യങ്ങളും ശമ്പളത്തിൻ്റെ കാര്യങ്ങളും. ഇനിയിപ്പോൾ ശമ്പളം നിങ്ങൾ ഇങ്ങനെ മേടിക്കാനായിട്ട് ക്യൂ ഒന്നും നിൽക്കണ്ട. നിങ്ങളെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവറുകളിലാക്കിയ ശമ്പളം നിങ്ങൾ അടുത്ത് തന്നെ കൊണ്ടുതന്ന് എത്തിക്കും. അതിനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അയാൾ വേദന തന്നെ നോക്കുകയാണ്. വേദയ്ക്കും അയാളെ എവിടെയോ കണ്ടതുപോലെ തന്നെ പരിചയം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും പോകുന്നുണ്ടെങ്കിൽ വേദ തിരിഞ്ഞു നോക്കി പോകുന്നുണ്ട്. സന്തോഷമാണെന്നുണ്ടെങ്കിൽ വേദന തന്നെ നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രി അനിയൻകുട്ടിനെയും കൂടി വിക്രം വരികയാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം പണി ഉണ്ടായിരുന്നു എന്ന് പറയും. എനിക്ക് തോന്നി എന്ന് വേദ പറയും. അങ്ങനെ അനിയൻകുട്ടിനെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അനിയൻകുട്ടിനെ ഇവിടെ ഇരിക്കും, ഞാൻ പുറത്തുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വേദ വന്നുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. അനിയൻകുട്ടനെ നോക്കാനായിട്ടൊന്നൊരു ഡോക്ടർ വന്നിരുന്നു എന്നൊക്കെ വിക്രം വേദനയോട് പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ സംസാരിക്കും, പക്ഷേ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് തോട്ടത്തിലൊരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം എന്ന് ചോദിക്കേ. അതെ, നമ്മളെ പുതിയ മാനേജർ വന്നിട്ടുണ്ടെന്ന് പറയട്ടോ. മാനേജറോ എന്ന് ചോദിക്കാൻ കേട്ടോ. പുതിയ മാനേജർ എന്ന് പറയട്ടോ. വന്നോ? എന്നിട്ട് ഞങ്ങളെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ഉച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കൂലിയിലേയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ അയാൾ എനിക്ക് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് വിക്രം എന്ന് പറയാൻ കേട്ടോ. ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഒരാളെപ്പോലെ 7 ആൾ വേണ്ട, ഒരാളെപ്പോലെ 7 ആളൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അത് മാത്തമാറ്റിക്സ് പ്രകാരം 1 കോടിയിൽ 1% മാത്രം വിശ്വസിക്കാവുന്ന കാര്യമാണതെന്ന് പറയട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ, പക്ഷേ ഇതെനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എവിടെയോ ആളെ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇരട്ടകളോ എന്ന് ചോദിക്കാൻ കേട്ടോ വിക്രം. ഇരട്ടകൾ ഒരമ്മ പെറ്റതല്ലേ മണ്ടൂസേ എന്ന് പറയാം കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കിയേ, ഇതുപോലെ ഒരെണ്ണം ഈ ലോകത്ത് വേറെ കിട്ടുമോ? റയർ പീസാണ് എന്ന് പറയും കേട്ടോ വിക്രമിനെ നോക്കിയിട്ട്. അപ്പോൾ വിക്രം പറയും, ശരി, ഇരട്ടകളല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അത്? നിനക്ക് തോന്നിയതാവോ? അല്ല, എനിക്ക് എവിടെയോ പരിചയം ഉണ്ടാളെന്ന് പറയും കേട്ടോ. എന്നാൽ പിന്നെ ഇയാളുടെ ടീൻ ബ്രദറിനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവോ? വാദം ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ തല പുകയ്ക്കിന്. അല്ല, ഈ തല പുകച്ച് തലയ്ക്ക് എന്തെങ്കിലും തലയ്ക്ക് എന്ത് സംഭവിക്കാൻ? അതിനുള്ളിലൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ട് വേദ ചിരിക്കാണ് കേട്ടോ. അപ്പോൾ വിക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന ഓടിക്കാൻ നോക്കണം. നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓടിക്കാനാണ് കേട്ടോ കാണിക്കുന്നത്. അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ കാണിക്കുന്നത് പ്രമോയാണ്. പ്രമോയിൽ കാണിക്കുന്നത് സന്തോഷിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വിക്രമും വേദയും കൂടെ വരികയാണ്. അപ്പോൾ വിക്രമും വേദയും കൂടെ വന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. വിക്രമിനെ കാണുമ്പോൾ സന്തോഷിന് ആളെ മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെ മനസ്സിലാവാണ്. അപ്പോൾ അവർക്ക് അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. അന്ന് വിക്രമ് ദ്രോഹിച്ച ഒരു ആളാണെന്നുള്ള കാര്യം മനസ്സിലാവാണ്. അങ്ങനെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് വിക്രം. അപ്പോൾ വിക്രമായിട്ട് പിരിച്ച ബന്ധം വിക്രമായിട്ട് തന്നെ കൂട്ടിക്കൊടുക്കേണ്ട അവസ്ഥയാണെന്നൊക്കെ